PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം എന്ന ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുതിർന്ന പൗരന്മാരുടെയും കുട്ടികളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം. ആരാണ് മുതിർന്ന പൗരന്മാർ, അല്ലെങ്കിൽ എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്? നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്. മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരാണ് കേട്ടോ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 1-നാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 1-നാണ്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ചത് എന്നായിരുന്നു? 1999. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ചത് 1999-ലാണ്. മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് 60 വയസ്സോ അതിന് മുകളിലോ ഉള്ളവരെയാണ്. അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1-നാണ്. 1990 മുതലാണ് ഈ ഒരു ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിച്ചത് 1999-ആണ്. ഇനി പ്രായമായവർക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ അവർക്ക് ദേശീയ വികാസത്തിന് സംഭാവന ചെയ്യുന്നതിനായിട്ടുള്ള അവസരങ്ങൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അന്താരാഷ്ട്ര കർമ്മ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമ്മേളനങ്ങൾ നടത്തി. ആദ്യമായിട്ട് ഈ ഒരു സമ്മേളനം നടന്നത് 1982-ലായിരുന്നു. അത് ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായി സമ്മേളനം നടന്നത് 1982-ലാണ്. ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് 1982-ലാണ്. രണ്ടാമതായിട്ട് 2002-ലാണ്. അത് സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചാണ്. വാർദ്ധക്യത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ ലോക സമ്മേളനം നടക്കുന്നത്, മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ലോക സമ്മേളനം 2002-ലാണ് സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച്. ഈ വർഷങ്ങൾ രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. ഒന്നാമത്തെ സമ്മേളനം 1982-ലും രണ്ടാമത്തേത് 2002-ലും. ഇനി 2023-ലെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ തീം അല്ലെങ്കിൽ പ്രമേയം വയോജനങ്ങൾക്കായുള്ള മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക തലമുറകളുടനീളം. ഇതാണ് 2023-ലെ തീം എന്ന് പറയുന്നത്. കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ 2022-ലെയും 2021-ലെയും പ്രമേയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അന്താരാഷ്ട്ര വയോജന ദിനം 2022-ൻ്റെ പ്രമേയം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പ്രായമായവരുടെ ദൃഢത. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പ്രായമായവരുടെ ദൃഢത എന്നായിരുന്നു 2022-ലെ തീം. ഇനി 2021-ല് എല്ലാ പ്രായക്കാർക്കും ഡിജിറ്റൽ ഇക്വിറ്റി എന്നതായിരുന്നു. എല്ലാ പ്രായക്കാർക്കും ഡിജിറ്റൽ ഇക്വിറ്റി എന്നതായിരുന്നു അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ 2021-ലെ തീം. ഇതിനോടൊപ്പം പറയാം, പ്രധാനപ്പെട്ട ദിനങ്ങളുടെ പ്രമേയങ്ങളൊന്ന് നോക്കി വെച്ചിട്ട് പോവുക പരീക്ഷയ്ക്ക് മുന്നേ. ഉദാഹരണമായിട്ട് വനിതാ ദിനം, അതുപോലെ പരിസ്ഥിതി ദിനം, ഇതിൻ്റെയൊക്കെ ഒരു പ്രമേയം എന്താണ് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ചിലപ്പോൾ ഒരു ചോദ്യമായി വന്ന് നമുക്ക് കിട്ടിയേക്കാം. അടുത്തത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവുമായിട്ടുള്ള നിയമം. ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് 2007. 2007-ലാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. MWP ആക്ട് കൊണ്ടുവന്ന വർഷം 2007-ആണ്. മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കളോ ബന്ധുക്കളോ, അത് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട് ഈ ഒരു നിയമത്തിൽ. മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നത് ആരൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്.
ഇനി അഥവാ ഇത്തരം ആളുകൾ സംരക്ഷിക്കാത്ത പക്ഷം, മക്കളോ ബന്ധുക്കളോ ഈ മുതിർന്ന പൗരന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത പക്ഷം ഇവർക്ക് ട്രൈബ്യൂണലിൽ അപേക്ഷ ബോധിപ്പിക്കുവാനും അതുപോലെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും പ്രതിമാസ നിരക്കിൽ ഒരു തുക സമയാസമയങ്ങളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു നിയമം സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ ഒരു നിയമപ്രകാരം ചില നിർവചനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന്. പ്രധാനപ്പെട്ട നിർവചനം മുതിർന്ന പൗരൻ ആര് എന്നതാണ്. മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ പൗരനായ വ്യക്തിയാണ് മുതിർന്ന പൗരനായിട്ട് കണക്കാക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില നിർവചനങ്ങൾ നോക്കാം. മക്കൾ എന്നതിൽ മകനും മകളും പ്രായപൂർത്തിയായിട്ടുള്ള പേരക്കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. മക്കൾ എന്നതിൽ മകനും മകളും പൗത്രനും പൗത്രിയും ഉൾപ്പെടുന്ന പ്രായപൂർത്തിയായവരെയാണ് ഈ ഒരു നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ഇനി ബന്ധു എന്നാൽ മക്കളില്ലാത്ത മുതിർന്ന പൗരൻ്റെ മൈനർ അല്ലാത്തതും അയാളുടെ സ്വത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരും അയാളുടെ മരണശേഷം പിന്തുടർച്ചാവകാശം ലഭിക്കാവുന്നതുമായ ഏതെങ്കിലും നിയമാനുസൃത അവകാശി എന്ന അർത്ഥത്തിലാണ് ബന്ധു എന്നതിനെ നിർവചിച്ചിട്ടുള്ളത്. സംരക്ഷണം എന്നതിനെ ഈ ഒരു നിയമപ്രകാരം നിർവചിച്ചിട്ടുള്ളത് ഇതുപോലെയാണ്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വൈദ്യപരിചരണവും ചികിത്സയും ഉൾപ്പെടുത്തിയിട്ടുള്ള സംരക്ഷണത്തെയാണ് ഈ ഒരു നിയമപ്രകാരം നിർവചിച്ചിട്ടുള്ളത്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വൈദ്യപരിചരണവും ചികിത്സയും നൽകുന്നത് സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ക്ഷേമം എന്നാൽ ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും വിനോദ കേന്ദ്രങ്ങളും മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ മറ്റ് സുഖ സൗകര്യങ്ങളും എന്ന അർത്ഥത്തിലാണ്. ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും വിനോദ കേന്ദ്രങ്ങളും മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ മറ്റ് സുഖ സൗകര്യങ്ങളും. ഓക്കെ, അത് കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ഒരു നിർവചനമാണ്. അപ്പോൾ ഇതൊന്ന് വ്യത്യാസമൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. ഇത് കൂടാതെ മൈനർ, രക്ഷിതാവ്, ട്രൈബ്യൂണൽ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള നിർവചനം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയാണ്: മക്കൾ, ബന്ധു, മുതിർന്ന പൗരൻ, സംരക്ഷണം, ക്ഷേമം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ നിർവചനങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ആക്ട് പ്രകാരം മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് മക്കൾ എന്ന് നിർവചിച്ചിട്ടുള്ളവർ. പ്രായപൂർത്തിയായ മകനോ മകളോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ചെറുമകനോ ചെറുമകളോ. ഓക്കെ. ഇനി മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ സ്വത്തുവകകൾക്ക് അവകാശമുള്ള ആളുകൾ, അതായത് ബന്ധു എന്ന നിർവചനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. ഇനി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആവശ്യമായ ആഹാരം ലഭ്യമാക്കുക, ആരോഗ്യ പരിരക്ഷ, അതുപോലെ വിനോദത്തിനും വിശ്രമത്തിനുമുള്ള അവസരങ്ങൾ നൽകുക എന്നൊക്കെയാണ്. ഇത്തരത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള അധ്യായം 2 അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 2. ഓക്കെ. നമ്മുടെ ഈ MWP അധ്യായത്തിൽ മൊത്തം 7 അധ്യായങ്ങളും 32 സെക്ഷൻസുമാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ അധ്യായം സ്വാഭാവികമായിട്ടും ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. പ്രധാനപ്പെട്ട പ്രാരംഭത്തിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അധ്യായം നമ്മളിപ്പോൾ പറഞ്ഞു, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനമാണ് അധ്യായം 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്യായം 3 വൃദ്ധസദനങ്ങളുടെ സ്ഥാപനമാണ്. വൃദ്ധസദനങ്ങളുടെ സ്ഥാപനം അധ്യായം 3 പറഞ്ഞിട്ടുണ്ട്. അധ്യായം 4 മുതിർന്ന പൗരൻ്റെ വൈദ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അധ്യായം 4 മുതിർന്ന പൗരൻ്റെ വൈദ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അധ്യായം 5 മുതിർന്ന പൗരൻ്റെ ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണം. അധ്യായം 6 അപരാധങ്ങളും വിചാരണയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമാണ്. അതിനെ തുടർന്നുള്ളവയാണ്. അധ്യായം 7 മറ്റുള്ളവയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അധ്യായം 5 മുതിർന്ന പൗരൻ്റെ ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അധ്യായം 6 അപരാധങ്ങളും അതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. അധ്യായം 7 മറ്റുള്ളവയും. ഓക്കെ. അധ്യായം 1ഉം 2ഉം നമ്മൾ മനസ്സിലാക്കി. ഇനി അധ്യായം 3 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ. നിർധനരായ മുതിർന്ന പൗരന്മാർക്ക് വൃദ്ധസദനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി അതിനായിട്ടുള്ള വൃദ്ധസദനങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അധ്യായം 3 കൊണ്ടുവന്നിട്ടുള്ളത്.
ഏറ്റവും കുറഞ്ഞത് 150ഓളം പേരെ ഇത്തരം സാധനങ്ങളിൽ പാർപ്പിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ജില്ലയിലും കുറഞ്ഞ പക്ഷം 1 എന്ന കണക്കിൽ ഇത് തുടങ്ങണമെന്നാണ് ഈ ഒരു നിയമം പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഈ ഒരു നിയമത്തിൻ്റെ ഉത്തരവ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും നിർധനരായ 150 മുതിർന്ന പൗരന്മാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൃദ്ധസദനങ്ങൾ ഓരോ ജില്ലയിലും ആരംഭിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കുള്ള 2007 MWP നിയമത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുക എന്നത് ഈ ഒരു നിയമത്തിൻ്റെ 3ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, ഓർത്തിരിക്കുക. ഇനി ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. സംരക്ഷണത്തിനുള്ള അപേക്ഷ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മുതിർന്ന പൗരനോ ട്രൈബ്യൂണൽ മുമ്പാകെ നൽകാവുന്നതാണ്. കേരളത്തിലെ ഈ ഒരു അപേക്ഷ റവന്യൂ ഡിവിഷണൽ ഓഫീസർ RDO മുമ്പാകെയാണ് കേട്ടോ നൽകേണ്ടത്. RDOയ്ക്കാണ് കേരളത്തിൽ ഈ ഒരു സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷ നൽകേണ്ടത്. എന്നാൽ അപേക്ഷകന് അപേക്ഷ നൽകുവാൻ പ്രാപ്തിയില്ലെങ്കിൽ അയാൾ അധികാരപ്പെടുത്തിയ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയ്ക്കോ ഇത്തരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. അതുകൂടാതെ ട്രൈബ്യൂണലിൽ സ്വമേധയാ നടപടിയെടുക്കാനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകന് അപേക്ഷ നൽകുവാൻ പ്രാപ്തിയില്ലെങ്കിൽ അനുസൃതം രജിസ്റ്റർ ചെയ്ത സംഘടനയ്ക്കോ അതും അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് സ്വമേധയാ നടപടിയെടുക്കാനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപേക്ഷ നൽകാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ്? മുതിർന്ന പൗരന് നേരിട്ട് നൽകാം. പ്രാപ്തിയില്ല എങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അധികാരപ്പെടുത്തിയ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയ്ക്കോ നൽകാം. അതും അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് സ്വമേധയാ തന്നെ നടപടിയെടുക്കാം. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള അപേക്ഷ സ്വീകരിക്കുന്ന ട്രൈബ്യൂണൽ റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്, RDO ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ട്രൈബ്യൂണലിന് ലഭിച്ചു കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയും അതേ തുടർന്ന് എതിർകക്ഷിക്ക് മറുപടി ബോധിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യും. ഇനി സംരക്ഷണത്തിനുള്ള അപേക്ഷ ഒന്നോ അതിലധികമോ മക്കൾക്കെതിരെയോ അല്ലെങ്കിൽ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ ബന്ധുക്കൾക്കെതിരെയോ നൽകാവുന്നതാണ്. ഇത്തരത്തിൽ പ്രധാന അപേക്ഷ നിലനിൽക്കെ തന്നെ താൽക്കാലിക പ്രതിമാസ ഭത്ത നൽകുവാൻ വേണ്ടിയിട്ട് എതിർകക്ഷിയോട് ഉത്തരവിടാനും ഈ ഒരു ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷ മക്കൾക്കെതിരെയോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കെതിരെയോ ആയിട്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു അപേക്ഷ നിലനിൽക്കെ തന്നെ താൽക്കാലികമായിട്ടൊരു ഉത്തരവ് എന്നോണം ഈ ഒരു ട്രൈബ്യൂണലിന് പ്രാഥമിക അപേക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ താൽക്കാലികമായിട്ട് ഒരു പ്രതിമാസ തുക അനുവദിച്ചു കൊടുക്കണമെന്ന് ഈ ഒരു ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ പറ്റും. എതിർകക്ഷികളെടുത്ത് ഉത്തരവിടുന്ന തരത്തിലുള്ള ഒരു അധികാരവും ഈ ഒരു ട്രൈബ്യൂണലിനുണ്ട്. മകനോ മകൾക്കോ ഏതെങ്കിലും ഒരു ബന്ധുവിനോ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മറ്റുള്ളവരെയും ഈ ഒരു അപേക്ഷയിൽ കക്ഷി ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു നിയമം അനുവാദം നൽകുന്നുണ്ട് കേട്ടോ. ഇനി എതിർകക്ഷികൾക്ക് അല്ലെങ്കിൽ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകിയ ശേഷം ട്രൈബ്യൂണൽ ജീവനാംശത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവനാംശ തുകയെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പൊതുവെ നടത്തുന്നതായിരിക്കും. ട്രൈബ്യൂണൽ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകും, താൽക്കാലികമായിട്ട് ഒരു പ്രതിമാസ ഭത്ത നൽകുന്നതിനായിട്ടുള്ള ഉത്തരവ് ഇടും. അതിനുശേഷം നോട്ടീസ് നൽകിയ ശേഷം ട്രൈബ്യൂണൽ ജീവനാംശ തുകയെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും നടത്തും. ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് ശേഷം അപേക്ഷ ലഭിക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്ത് 90 ദിവസത്തിനകം ട്രൈബ്യൂണൽ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അങ്ങനെയും കൂടെ നിയമം അനുശാസിക്കുന്നുണ്ട്. അപേക്ഷ ലഭിക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്ത് 90 ദിവസത്തിനകം ട്രൈബ്യൂണൽ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത കാലാവധിക്കുള്ളിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അതിന് മതിയായ കാരണം രേഖപ്പെടുത്തി പരമാവധി 30 ദിവസത്തേക്ക് കാലയളവ് നീട്ടാനും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. 30 ദിവസത്തേക്ക് കാലയളവ് നീട്ടാവുന്നതാണ്. ആദ്യം 90 ദിവസത്തിനകം എന്ന് പറഞ്ഞു, അതിനുശേഷം മതിയായ കാരണം ഉണ്ടെങ്കിൽ പരമാവധി 30 ദിവസത്തേക്ക് കാലയളവ് നീട്ടാവുന്നതാണ്. സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടിയിൽ ട്രൈബ്യൂണലിന് ഈ ഒരു പ്രസ്തുത എതിർകക്ഷിക്കെതിരെ അപേക്ഷകന് ജീവനാംശ തുകയും നടപടി ചെലവുകളും നൽകാനായിട്ട് ഉത്തരവ് കൽപ്പിക്കാൻ പറ്റും.
അത് എപ്പം മുതലാണെന്ന് വെച്ചാൽ ഈ ഒരു അപേക്ഷയിൽ വിധിയായിട്ടുള്ള തീയതി മുതലോ അല്ലെങ്കിൽ ഈ ട്രൈബ്യൂണൽ പ്രത്യേകം ഉത്തരവിടുന്ന പോലെ അപേക്ഷാ തീയതി മുതൽക്കോ പ്രസ്തുത ജീവനാംശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എതിർകക്ഷികളോട് ഉത്തരവിടാം. എന്നാൽ ഈ ഒരു അപേക്ഷയിൽ അവസാന തീയതി പുറപ്പെടുവിച്ചതിന് ശേഷം, അതായത് അവസാന വിധി വന്നതിന് ശേഷവും ഈ എതിർകക്ഷികൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഈ ഒരു ഉത്തരവ് ലംഘിക്കുകയാണെങ്കിൽ അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുവാനും അതുപോലെ അയാളെ 1 മാസം വരെയോ അല്ലെങ്കിൽ അതിനു മുൻപേ പണം കൊടുക്കുകയാണെങ്കിൽ അതുവരെയോ തടവിൽ പാർപ്പിക്കുവാനായിട്ട് ഉത്തരവിടാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപേക്ഷ ലഭിച്ച ശേഷം 90 ദിവസത്തിനകം ട്രൈബ്യൂണൽ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കണം. പരമാവധി 30 ദിവസത്തേക്ക് കാലയളവ് നീട്ടാം. ഇനി ജീവനാംശം, നടപടി ചെലവുകൾ എന്നിവ നൽകാൻ ട്രൈബ്യൂണൽ ഉത്തരവിടും. എതിർകക്ഷി ഈ ഉത്തരവ് ലംഘിച്ചാൽ വാറണ്ട് പുറപ്പെടുവിക്കാം, അതുപോലെ തടവിൽ പാർപ്പിക്കാനും അനുമതിയുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എതിർകക്ഷിയിൽ നിന്നും ഈടാക്കാനായിട്ടുള്ള തുകയ്ക്കുള്ള അപേക്ഷ, അത് തുക നൽകുവാൻ പറഞ്ഞിട്ടുള്ള തീയതി മുതൽ 3 മാസത്തിനകം ട്രൈബ്യൂണലിൽ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു പ്രസ്തുത തുക ഈടാക്കുവാനായിട്ട് വാറണ്ട് പുറപ്പെടുവിക്കാൻ പാടില്ല. അങ്ങനെയും കൂടെ ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ട്രൈബ്യൂണലിൽ മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുവിനെതിരെ അപേക്ഷ ബോധിപ്പിക്കുവാൻ ചില പരിധികൾ പറയുന്നുണ്ട്, അധികാര പരിധികൾ പറയുന്നുണ്ട്. അതായത് അപേക്ഷിക്കുന്ന പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. അപേക്ഷകൻ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഒടുവിൽ താമസിച്ചതോ അതുമല്ലെങ്കിൽ മക്കളോ ബന്ധുവോ താമസിക്കുന്ന ജില്ലയിലെ ട്രൈബ്യൂണലിനാണ് അപേക്ഷ ബോധിപ്പിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷ ലഭിച്ച ശേഷം മക്കളോ ബന്ധുക്കളോ ഹാജരാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതിനായിട്ട് ക്രിമിനൽ നടപടി നിയമസംഹിത പ്രകാരം പറഞ്ഞിട്ടുണ്ട് ട്രൈബ്യൂണലിന് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരം ഉണ്ട് എന്ന്. ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ് ക്രിമിനൽ നടപടി നിയമസംഹിതയിൽ ട്രൈബ്യൂണലിനുള്ള അധികാരം. അതായത് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരം ട്രൈബ്യൂണലിന് ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെ ലഭിച്ചിട്ടുള്ള ഈ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ മക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഈ ഒരു സമയത്ത് ഈ എതിർകക്ഷികൾ മനഃപൂർവ്വം ഹാജരാവുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷ കാണിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു ട്രൈബ്യൂണലിനെ ബോധ്യപ്പെട്ടാൽ ഈ കേസ് എക്സ് പാർട്ടി ആയിട്ടായിരിക്കും വിധിക്കുന്നുണ്ടാവുക. എക്സ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു പക്ഷത്തോട് മാത്രം എന്നൊരർത്ഥത്തിലാട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എതിർകക്ഷികൾ മനഃപൂർവ്വം ഹാജരാവാതിരുന്നാൽ ഈ ഒരു കേസ് എക്സ് പാർട്ടി ആയിട്ട് വിധിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകർ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മക്കളോ ബന്ധുവോ താമസിക്കുന്ന സ്ഥലത്തോ ആ ജില്ലയിലോ ആണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഇതിൻ്റെ അധികാര പരിധി വെച്ച് ട്രൈബ്യൂണലിന് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എതിർകക്ഷികൾ മനഃപൂർവ്വം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരാവാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു കേസ് എക്സ് പാർട്ടി ആയിട്ട് വിധിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ മക്കളോ ബന്ധുക്കളോ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവർക്കെതിരായിട്ടുള്ള സമൻസ് കേന്ദ്ര സർക്കാർ അതോറിറ്റി മുഖേന അയച്ചു കൊടുക്കാവുന്നതും ആണ്. അപ്പോൾ അതും അതിൻ്റെ നിയമപരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ഒരു അപേക്ഷ ലഭിച്ച ശേഷം ഈ ട്രൈബ്യൂണലിന് പ്രത്യേകമായിട്ട് ചില നടപടിക്രമങ്ങളൊക്കെ പിന്തുടരണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തെളിവെടുക്കുന്നതിനും അതുപോലെ സാക്ഷികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും രേഖകളും വസ്തുക്കളും ഒക്കെ ഹാജരാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക നടപടിക്രമങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ അധികാരമുണ്ടെന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ അധികാരം നൽകുന്നുണ്ട്. ഈ ഒരു അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രൈബ്യൂണലിന് അപേക്ഷകന് വേണ്ടി പ്രതിമാസം 10,000 രൂപ വരെ അലവൻസ് നൽകാനായിട്ട് ഉത്തരവിടാൻ പറ്റും. ട്രൈബ്യൂണലിന് അനുവദിക്കാവുന്ന പരമാവധി തുക പ്രതിമാസം 10,000 രൂപയാണ്. ഇനി ഈ ഒരു ട്രൈബ്യൂണലിന് ഉചിതമായ സാഹചര്യങ്ങളിൽ ഈ ഒരു ഉത്തരവ് മാറ്റാനോ പരിഷ്കരിക്കാനോ റദ്ദാക്കാനോ പോലുമുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മെയിൻ്റനൻസ് തുകയ്ക്ക് പലിശ ഈടാക്കാനും ഈ ഒരു ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ അധികാരമാണുള്ളത്.
അപേക്ഷകന് പരമാവധി 10,000 രൂപ വരെ അലവൻസ് നൽകുന്നതിനായിട്ട് ഉത്തരവിടാൻ ഈ ഒരു ട്രൈബ്യൂണലിന് കഴിയും. അതുകൂടാതെ ഈ ഒരു തുകയ്ക്ക് പലിശ ഈടാക്കാനുള്ള അധികാരവും ഈ ഒരു ട്രൈബ്യൂണലിനുണ്ട്. 5% മുതൽ 18% വരെയാണ് ഈ പ്രസ്തുത പലിശ വരുന്നത്. ഇനി ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിൽ എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ ട്രൈബ്യൂണലിന് മുൻപാകായിട്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റും. ഇനി 60 ദിവസത്തിൽ പറ്റിയിട്ടില്ല എങ്കിൽ കൃത്യമായ കാരണങ്ങളുണ്ടെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടായി എന്ന് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അപ്പീൽ വാല്യൂ ഉള്ളതായിട്ട് തന്നെ കണക്കാക്കും. ആ ഒരു അപ്പീൽ പരിഗണിക്കപ്പെടും. 60 ദിവസത്തിനകം അപ്പീൽ നൽകണം. 60 ദിവസത്തിനകത്ത് നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മതിയായ കാരണം ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പീൽ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് നോക്കാം. മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് അവകാശം ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സംരക്ഷണം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ട്രൈബ്യൂണലിന് അപേക്ഷ സമർപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന സമയത്ത് സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ആ ഒരു ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ. അത് ചോദിച്ചിട്ടുണ്ട് PSC നേരത്തെ. അപ്പോൾ കൃത്യമായി ഓർത്തിരിക്കുക, സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ഈ ഒരു ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ. പിന്നീട് നമ്മൾ പറഞ്ഞു, ട്രൈബ്യൂണൽ വിധിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി രേഖപ്പെടുത്തണമെങ്കിൽ അപ്പീൽ നൽകേണ്ടത് അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ്. ഇത് 60 ദിവസത്തിനകം നൽകണം. 60 ദിവസത്തിനകം അപ്പീൽ നൽകണം. ഇവിടെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം അധ്യക്ഷനായിട്ട് ഉണ്ടാവേണ്ടത്. ശ്രദ്ധിക്കുക, അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം അധ്യക്ഷനായിട്ട് ഉണ്ടാവേണ്ടത്. പിന്നീട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന സമയത്ത് നമുക്കൊരു വക്കീലിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമപ്രതിനിധിയുടെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വക്കീലിനെ വെക്കാവുന്നതാണ്, പക്ഷേ ട്രൈബ്യൂണലിൽ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഒരു വക്കീലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി MWP ആക്ട് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 പ്രകാരം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ട് ഒരു ഓഫീസറെ നിയമിക്കുന്നുണ്ട്. ഈ ഒരു ആക്ട് പ്രകാരം നിയമിക്കുന്ന ഓഫീസർ അറിയപ്പെടുന്നത് എന്ത് എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു ചോദ്യം വന്നേക്കാം. മെയിൻ്റനൻസ് ഓഫീസറാണ്. ആ പേരിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക. MWP ആക്ട് പ്രകാരം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് ഒരു മെയിൻ്റനൻസ് ഓഫീസറെ നിയമിക്കുന്നു. ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ റാങ്കിന് താഴെ അല്ലാത്ത ഓഫീസർ ആയിരിക്കണം മെയിൻ്റനൻസ് ഓഫീസർ എന്ന് നിയമം പറയുന്നുണ്ട്. MWP ആക്ട് പ്രകാരം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് ഒരു മെയിൻ്റനൻസ് ഓഫീസറെ നിയമിക്കുന്നു. ഇദ്ദേഹം ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ റാങ്കിന് താഴെ അല്ലാത്ത ഓഫീസർ ആയിരിക്കുകയും വേണം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഈ ഒരു ആക്ട് പ്രകാരം MWP ആക്ട് പ്രകാരം കേരള ഗവൺമെൻറ് ചട്ടങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2009 മുതലാണ് കേട്ടോ. MWP ആക്ട് പ്രകാരം കേരള ഗവൺമെൻറ് ചട്ടങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയത് 2009 മുതലാണ്. ഇനി മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പറാണ്. ടോൾ ഫ്രീ നമ്പർ ഒരുപാടുണ്ടല്ലേ, സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ട് ടോൾ ഫ്രീ നമ്പർ നമ്മൾ പഠിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ പെട്ടതാണ് കേന്ദ്ര സാമൂഹ്യക്ഷേമ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ. അത് എത്രയാണ്? 145667. ഇതാണ് ടോൾ ഫ്രീ നമ്പർ വരുന്നത്. അപ്പോൾ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ ചോദിച്ചാൽ തെറ്റിക്കരുത്. 145667 ആണ് ടോൾ ഫ്രീ നമ്പർ. ഓക്കെ. അപ്പോൾ വയോജനവുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻസ്: 70 വയസ്സ്, 65 വയസ്സ്, 60 വയസ്സ്, 56 വയസ്സ്. പഠിക്കാത്ത ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കൃത്യമായി പറയുക. 60 വയസ്സാണ് ഇതിൻ്റെ ഉത്തരം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി 60 വയസ്സാണ്. അടുത്തത് 2024 തന്നെ ഒരു ചോദ്യപേപ്പറിലാണ് കേട്ടോ. കുറച്ച് വലിയ ചോദ്യമാണ്. ഇതൊക്കെ നമ്മളിനി പ്രതീക്ഷിക്കണം. ചോദ്യം:
2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ് ഒന്നാമത്തത്, ഓപ്ഷൻ അല്ല, സ്റ്റേറ്റ്മെൻറ്റ് 1, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമപ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അധ്യക്ഷനാകും. 2, ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രൈബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 10 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകാം. 3, നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ പ്രസ്താവനകൾ കണ്ടിട്ട് കൺഫ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളിതെല്ലാം തന്നെ പഠിച്ചതാണ്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു നിയമപ്രകാരം ട്രൈബ്യൂണലിൽ മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അധ്യക്ഷനാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ ആരാവും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചു, മുതിർന്ന പൗരന്മാർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കുമ്പോൾ സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ട്രൈബ്യൂണൽ അധ്യക്ഷൻ എന്ന്. സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ട്രൈബ്യൂണൽ അധ്യക്ഷൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ആരായിരുന്നു അധ്യക്ഷൻ? ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം അധ്യക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ആൾ അധ്യക്ഷനായിട്ടുള്ളത്. അപ്പോൾ പേര് വായിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ അത് തെറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൃത്യമായി ഓർത്തിരിക്കുക. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഉത്തരം നോക്കൂ, ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന നോക്കൂ. ഓപ്ഷൻസ് എ ഒഴികെ മറ്റ് എല്ലാത്തിലും തന്നെ പ്രസ്താവന 1 മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് അല്ലേ? മനസ്സിലായില്ലേ? പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളതുകൂടെ നോക്കാം. പക്ഷെ നമുക്ക് പ്രസ്താവന 2, 3 കൂടി പരിശോധിക്കാം. ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രൈബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകാം എന്ന് നമ്മൾ പറഞ്ഞു. 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം. ഇനി അഥവാ അങ്ങനെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മതിയായ കാരണമുണ്ടെങ്കിൽ അതിന് ശേഷവും നൽകാം എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തത്, നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. പ്രതിനിധീകരിക്കേണ്ട ആവശ്യമില്ല, ആവശ്യമെങ്കിൽ കൊണ്ടുപോകാവുന്നതാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഒരു വക്കീലിനെ വെക്കുന്ന കാര്യം നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? ട്രൈബ്യൂണലിനെ സമീപിക്കുന്ന സമയത്ത് വക്കീലിൻ്റെ ആവശ്യമില്ല, ആവശ്യമെങ്കിൽ വക്കീലിനെ വെക്കാവുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം കറക്റ്റായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറ്റുന്ന അത്രയും സിലബസ് നമ്മൾ പൂർത്തിയാക്കിയിട്ട് പോവുക. പറ്റുന്ന അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കുക. ദിവസങ്ങൾ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിജയിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.